பிரசங்கத்துக்கு முன்னாலே ஒரு 5 நிமிடம் தேசத்துக்காக, சபைக்காக, குடும்பங்களுக்காக, வாலிபர்களுக்காக, கர்த்தருடைய வருகையில் நாம் எல்லோரும் எடுத்துக்கொள்ளப்பட வேண்டும் என்ற 5 விஷயங்களுக்காக തുടർച്ചയാக നാം സ്തോത്ര ബലിയെ സെലുത്തുക. പ്രസംഗത്തിന് മുമ്പ് ഏകദേശം 5 മിനിറ്റ് ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, കർത്താവിന്റെ 2 വിഷയത്തിക്കാக ഇപ്പോൾ 2 വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യും. ഒന്ന് ദേശത്തിന് വേണ്ടി. ഇത് ദേവനുடைய പ്രയർ പോയിന്റ്സ്. ഇത് ദൈവത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഇത് എല്ലാവരും ചെയ്യണം. ഇതെല്ലാവരും ചെയ്യണം. എസെക്കിയേൽ 22-ാം അധികാരം 30-ാം വചനത്തെ വാസിക്കുമ്പോൾ എഹെസ്കേൽ 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ഞാൻ ദേശത്തെ അഴിക്കാതെ പഠിക്കും, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം തിറപ്പിൽ നിൽക്കവും ഇടിവിൽ നിൽക്കേണ്ടതിന് സുവരെ അടയ്ക്കവും തക്കതാക മതിൽ കെട്ടേണ്ടതിന് ഒരു മനുഷ്യനെ തേടിനെ ഒരു പുരുഷനെ അന്വേഷിച്ചു ഒരുവനെയും കാണെ എന്നാൽ ആരെയും കണ്ടില്ല. ഇടവിൽ നിൽക്ക വേണ്ടും, ഇടിവിൽ നിൽക്കണം. അതൊക്കെ ഒരു മനുഷ്യനെ ദേവൻ ഏർപ്പെടുത്തി, അതിനൊരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ അതുതാൻ പുതിയ ഏർപ്പാട്ട് സഭ, അതാണ് പുതിയ നിയമം. ഞാനും നീങ്ങളും ഞാനും നിങ്ങളുമാണ്. അപ്പൊ നാമ ഇടവിൽ നിന്ന് ദേശത്തുക്കാക ജപിക്ക വേണ്ടും, സ്തോത്രിക്ക വേണ്ടും. അപ്പോൾ നാം ഇടിവിൽ നിന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യെശയ്യാ 59:16 വാസിക്കുമ്പോൾ യെശയ്യാവ് 59:16 വായിക്കും, ഒരുവനും ഇല്ലേ എന്ന് കണ്ട് വേണ്ടുത ജപം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട് ആശ്ചര്യപ്പെട്ട. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകിയാൽ ആശ്ചര്യം. തമിഴ് ബൈബിളിലെ വേണ്ടുത ജപത്തിന് പതിലാക വിണ്ണപ്പ ജപം ഇരിക്കും. വിണ്ണപ്പ ജപം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട്. പക്ഷപാത പ്രിന്റിംഗ് മിസ്റ്റേക്ക്. തമിഴിൽ അത് എഴുതിയിരിക്കുന്നത് അത് അക്ഷരത്തെറ്റാണ്. പ്രിന്റ് ചെയ്തിരിക്കുന്നതിന്റെ തെറ്റാണ്. ഇപ്പൊ ബ്ലെസ്സിംഗ് ബൈബിൾസിൽ ഒരു പുതു ബൈബിൾ ഇറങ്ങിയത് നമ്മുടെ വിശ്വാസി പ്രിന്റ് പണ്ടത്. ബ്ലെസ്സിംഗ് ബൈബിൾ എന്ന പേരുള്ള ഒരു ചെങ്കോട്ടയിൽ ഇരുന്ന് அந்த ബൈബിൾ ഇറങ്ങി. ചെങ്കോട്ടയിൽ നമ്മുടെ ഒരു വിശ്വാസി അത് ബൈബിളിൽ അവർ തിരുത്തിയിരിക്കുക. ആ ബൈബിളിൽ അത് തിരുത്തിയിട്ടുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാവരും വിണ്ണപ്പം ജപം ചെയ്യുക, സപ്ലിക്കേഷൻ. എല്ലാവരും പ്രാർത്ഥന അല്ല അപേക്ഷ കഴിക്കുന്നു. വിണ്ണപ്പം ജപം ചെയ്യാത്തവൻ ആരുമേ ഇല്ല. ആരും അപ്രകാരം എന്താണ് അപ്രകാരം അപേക്ഷിക്കുക? എന്റെ കുടുംബത്തിക്കാക ജപിക്കുന്ന ജപം, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി. എന്നെ ആശീർവദിയുമെന്ന് ചൊല്ലാത്തവங்க എത്ര പേർ? എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാത്ത എത്ര പേരുണ്ട്? എന്റെ പിള്ളകളെ ആശീർവദിയുമെന്ന് ചൊല്ലാത്തവங்க എത്ര പേർ? എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാത്ത എത്ര പേരുണ്ട്? ചില പുരുഷരുണ്ട്, ഇങ്ങനെയല്ല. ചില പുരുഷന്മാരുണ്ട്, എന്റെ മനവിയെ ആശീർവദിക്കുക വേണം, കർത്താവെ എന്റെ ഭാര്യ അനുഗ്രഹിക്കണം. മനവിയുമുണ്ട്, എന്റെ പുരുഷനെ ആശീർവദിക്കുക. ചില ഭാര്യമാരുണ്ട് ഭർത്താവിനെ അനുഗ്രഹിക്കരുതേ എന്ന് പറയുന്നവർ. ദൈവത്തിന് മഹത്വം. എന്നാൽ എന്നെയും എന്റെ കുടുംബത്തെയും ആശീർവദിയും എന്ന് ചൊല്ലാത്തവங்க ഒരുവനുമില്ല. എന്നാൽ എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം എന്ന് പറയാത്തവർ ആരുമില്ല. വിണ്ണപ്പ ജപം എല്ലാവരും ചെയ്യുക. അതിന്റെ അർത്ഥം എല്ലാവരും പ്രാർത്ഥന അപേക്ഷ കഴിക്കുന്നു. വിണ്ണപ്പം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക്. അപ്രകാരം അപേക്ഷ ചെയ്യുന്നവരില്ല എന്നുള്ളത് അത് അച്ചടി തെറ്റാണ്. അത് ഒറിജിനൽ, അത് യഥാർത്ഥ എല്ലാ ബൈബിളിലും ഉണ്ട്, എല്ലാ മറ്റ് ഭാഷ ബൈബിളിലും. വേണ്ടുതൽ ജപം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ടു. പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല എന്ന് കണ്ട് ദൈവം ആശ്ചര്യം. പക്ഷപാത പ്രാർത്ഥന. ഇന്റർസെഷൻ എന്ന അർത്ഥം എന്നാ? പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കാക ജപിക്കുന്ന ജപം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മറ്റുള്ള കുടുംബങ്ങൾക്കാക, മറ്റുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, അക്കപക്കത്തിലെ കുടുംബങ്ങൾക്കാക, അയൽപക്കത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തുക്കാക, ദേശത്തിന് വേണ്ടി, പൊതുവായ വിഷയത്തുക്കാക, പൊതുവായുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അധികം പേർ ജപിക്ക മാട്ടാർ. അധികം പേർ അങ്ങനെ പ്രാർത്ഥിക്കില്ല. എന്റെ പക്കത്തിലെ വീട്ടുകാരനെ ആശീർവദിം എന്ന് ചൊല്ലി ജപിച്ചവங்க എത്ര പേർ? എന്റെ അയൽവാസി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ചിലരുണ്ട്. ആണ്ടവർ എപ്പടിയാவது തൊലഞ്ഞു പോകട്ടെ, കർത്താവേ എങ്ങനെയെങ്കിലും മുടിഞ്ഞു പോകണം. അപ്പടി നീ ജപിച്ച നീതാൻ തൊലഞ്ഞു പോകും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളാണ് മുടിഞ്ഞു പോകുന്നത്. കേട്ടിങ്ങളാ? കേട്ടുവോ? മറ്റുള്ളവർക്കാക നാം വേണ്ടുതൽ ജപം ചെയ്യ വേണ്ടും. മറ്റുള്ളവർക്ക് വേണ്ടി നാം പക്ഷപാത പ്രാർത്ഥന. 4 പകുതിയുണ്ട് എന്ന് നമുക്ക് തെരിയും. പ്രാർത്ഥനയിൽ 4 ഭാഗമുണ്ട്. വേണ്ടുതൽ ജപം, പക്ഷപാത പ്രാർത്ഥന, ജപം, അപേക്ഷ, ജപം, യാചന, സ്തോത്രം. இப்படி 4 പകുതിയുണ്ട്. ഇങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. 1 തിമോത്തിയു 2-ാം അധികാരം മുതൽ 2 വചനങ്ങളിൽ വാസിക്കണം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ ആദ്യ 2 വാക്യങ്ങൾ വായിക്കും. മുഖ്യமான പകുതി വേണ്ടുതൽ ജപം. അതില് പ്രധാനപ്പെട്ട ഭാഗം പക്ഷപാതമാണ്. വേണ്ടുതൽ ജപം, പക്ഷപാത പ്രാർത്ഥന. യേശുക്രിസ്തു ഒരേ ഒരു വിഷയത്തിക്ക് താൻ വിണ്ണപ്പം ജപം ചെയ്ത. യേശുക്രിസ്തു ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് യാചന അല്ലെങ്കിൽ അപേക്ഷ. ഒരു വിഷയത്തിക്കാണ്, ഒരേ ഒരു കാര്യം. പിറന്ന കാലത്തിൽ ഇരുന്ന് ജനിച്ച കാലം, മരണം കൽവാരി
കൽവാരി വരയ്ക്കും അത് ജപത്തെ ചെയ്ത കാൽവരിയിലെ മരണം വരെയും അത് ചെയ്തു. വിഷയം അതെന്താണ് ആ വിഷയം? അതുதான் എബ്രയർ 5-ാം അധികാരം 7-8 വസനങ്ങൾ. അതാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. അവർ ശരീരത്തിൽ ഇരുന്ന നാൾക്കളിൽ മരണത്തിൽ ഇരുന്ന് വിടുവിക്കും വല്ലവരെ നോക്കി അവർ വിണ്ണപ്പം ജപം ചെയ്താർ എന്ന് നാം വാസിக்கிறோം. തന്റെ ഐഹിക ജീവകാലം തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചന. அந்த മരണം என்பது കൽവാരിയിൽ രക്തം ചിന്തി മരിക്കുന്ന മരണമല്ല. ആ മരണം എന്നുള്ളത് കാൽവരിയിൽ രക്തം ചൊരിഞ്ഞ് മരിക്കുന്ന മരണമല്ല, പിന്മാറ്റ മരണം. അത് പിന്മാറ്റമാകുന്ന മരണം. എനിക്ക് പിന്മാറ്റം വരക്കൂടാ. കർത്താവ് എന്നിൽ പിന്മാറ്റം വരരുത്. പഴുതറ്റ ബലി, ഞാൻ ഊനമില്ലാത്ത യാഗമാണ്. പഴുതാന ബലിയാക മാറക്കൂടാ. ഊനമുള്ള യാഗമായി തീരരുത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് പിറകു നാം ചിന്തിപ്പോ, അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അതുക്കാക യേശു ജപിത്ത, അതിനായി യേശു പ്രാർത്ഥിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾക്കാക, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ, ജീവിതത്തിലെ വേണ്ടാത്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വേണ്ടാത്ത കാര്യങ്ങൾക്ക്, രഹസ്യ പാപങ്ങൾക്കാക, രഹസ്യ പാപങ്ങൾ, രഹസ്യ തുടർവുകൾക്ക്, രഹസ്യ ബന്ധങ്ങൾക്കായി നാം വിണ്ണപ്പം ജപം ചെയ്യലാം. നാം അപേക്ഷ കഴിക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വേണ്ടുതൽ ജപം താൻ മുഖ്യം. എന്നാൽ പക്ഷപാത പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു വേണ്ടുതൽ ജപം ചെയ്തതാക വേദത്തിൽ വാസിக்கிறோம். യേശു ക്രിസ്തു പക്ഷപാതം ചെയ്തതായി വേദപുസ്തകത്തിൽ വായിക്കുന്നു. യെശയ്യാ 53-ാം അധികാരം 12-ാം വസനത്തെ വാസിക്കുമ്പോൾ യെശയ്യാവ് 53-ാമത്തെ കൽവാരിയിൽ അവർ വേണ്ടുതൽ ജപം ചെയ്ത, കാൽവരിയിൽ അവൻ പക്ഷപാതം കഴിച്ചു. രണ്ടാമത് സഭയ്ക്കാക വേണ്ടുതൽ ജപം ചെയ്ത, രണ്ടാമത് സഭയ്ക്ക് വേണ്ടി പക്ഷപാതം. 17-ാം അധികാരം 21-22 വസനങ്ങൾ. യോഹന്നാൻ 17-ന്റെ 21 നാനും നീരും ഉണ്ടായിരിക്കുന്നത് പോലെ ഇവர்களுം നമ്മിൽ ഉണ്ടാകുമ്പടി ഇവർകൾക്കാക ഞാൻ വേണ്ടുതൽ ജപം ചെയ്യുക. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. വേണ്ടുതൽ ജപം ചെയ്ത, സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. മൂന്നാമത് മൂന്നാമത് എടുത്തുകൊള്ളപ്പെടുകയാണ് സഭയ്ക്കാക വേണ്ടുതൽ ജപം ചെയ്ത, എടുത്തുകൊള്ളപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 7-ാം അധികാരം 25-ാം വസനത്തിൽ വാസിக்கிறோம். എബ്രായ ലേഖനം 7-25 വായിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പിതാവിനോട് വലത് പാർശ്വത്തിൽ ഇപ്പോൾ യേശു വീറ്റിരുന്ന്, ഇപ്പോൾ പിതാവിന്റെ വലത് ഭാഗത്ത് യേശു ഇരുന്നു കൊണ്ട് இந்த രക്ഷിപ്പിൻ മുടിവുക്കാക കാത്തിരിക്കുന്ന മക്കൾക്കാക അവർ ജപിക്കണം. പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയേണ്ടതിന് അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുടിയെ രക്ഷിക്ക വല്ലവർ എന്ന് നാം വാസിക്കും. പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ എന്ന് വായിക്കുന്നു. അതിനാൽ എന്ത് പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, കഷ്ടങ്ങൾ വന്നാലും നിങ്ങൾ ഭയപ്പെട വേണ്ടി ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ വന്നാലും വരട്ടോ, രോഗങ്ങൾ വരട്ടെ. ഇപ്പൊ സാക്ഷി കേട്ടുവല്ലോ, പ്രശ്നങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ, ബില്ലിശൂന്യ പ്രശ്നങ്ങൾ, ആഭിചാര മന്ത്രവാദത്തിന്റെ പ്രശ്നം, പലവിധത്തിലുള്ള പോരാട്ടം എത്രയോ വിശ്വാസികൾക്ക് വരും. ഇത് എത്രയോ വിശ്വാസികൾക്ക് വരും. എന്നാൽ അവർകളതെല്ലാം വിശ്വാസത്തിൽ ഇരുന്ന് വിടുതലയെ പെറ്റുകൊള്ളുകാർ. എന്നാൽ അവരെല്ലാം അത് വിശ്വാസത്തിൽ നിലനിന്ന് വിടുതൽ പ്രാപിക്കും. മെയിൻ വിശ്വാസം എന്നെ, കാരണം അവിടെ പ്രധാന വിശ്വാസം യേശു പിതാവിൻ വലത് പാർശ്വത്തിൽ വേണ്ടുതൽ ജപം ചെയ്യുകയാണ്. പഠിച്ചു പാരുങ്ക. എനിക്ക് വേണ്ടി യേശു പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തു. 7-ാം അധികാരം 25 അല്ലെങ്കിൽ 26-ാം വസനം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. மேலும் தமது மூலமாய் தேவனிடத்தில் சேருகிறவர்களுக்காக, அதாவது ரகசிய வருகையில் எடுத்துக்கொள்ளப்படுகிற மக்களுக்காக வேண்டுதல் செய்யும்படிக்கு அவர் எப்பொழுதும் உயிரோடு இருக்கிறவரானபடியினால் அவர்களை முற்றுமுடிய രക്ഷിക്ക വല്ലവരായും இருக்கிறார். இப்போது இயேசு பிதாவிന്റെ വലത് പാർശ്വത്തിൽ നമുക്കാக വേണ്ടുതൽ ജപം ചെയ്യുகிறார். ഇപ്പോൾ യേശു പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന. മരിத்தேன் ஆனால் സദാകാലങ്ങളിലും ഉയിരോട് இருக்கிறேன் എന്ന് അവർ சொன்னார். ഞാൻ മരിച്ചു എന്നാൽ സദാകാലം ജീവിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. പ്രശ്നയിലോ വ്യാധിയിലോ കഷ്ടത്തിലോ വരുമ്പോൾ ഭയந்து പോകാതിരിക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളോ കഷ്ടങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ യേശു വേണ്ടുതൽ ജപം ചെയ്യുക. നമുക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുന്നു. നാം ചെയ്യേണ്ടത് ഒരു പകുതി. നാം നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങളെ നാം അറിക്ക ചെയ്ത് വിട്ടുവിട വേണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും മനുഷ്യരോട് നാം ഉപ്രവാക വേണം. ദൈവത്തോട് മനുഷ്യരോട് നിരപ്പാകണം. ഉപ്രവാകാവിട്ടാൽ, നിരപ്പാകുന്നില്ല എങ്കിൽ
പ്രയോജനമില്ല. ഉപ്പറവാനാൽ പോതും, നിരപ്പായാൽ മതി. അത് ഉങ്ങൾ കുറ്റങ്ങളെ ഒരുവർക്കൊരുവർ അറിക്കയിട്ട് എന്ന് വേദത്തിൽ വാസിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ കുറ്റങ്ങൾ അന്യോന്യം ഏറ്റുപറയുക എന്ന് ബൈബിൾ വായിക്കുന്നു. ഒരുവർക്കാക ഒരുവർ ജപിയുങ്ങൾ, അന്യോന്യം പ്രാർത്ഥിക്കും. ജപം പിണിയാളിയെ രക്ഷിയും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കുറ്റത്തെ നീ ഉള്ളുക്കുള്ള മറയിത്ത് വയ്ത്ത്, എന്നാൽ നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നീതിമാനെ പോലെ നടിത്ത്, നീതിമാനെ പോലെ നടിച്ച് നീ ജപിത്താൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉന്റെ ജപം കേൾക്കപ്പെടുவது. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അതുதான் യോവാൻ 9:30 വാസിക്കുമ്പോൾ, അതാണ് യോഹന്നാൻ 9:30 വായിക്കുമ്പോൾ, പാപികൾക്ക് ദേവൻ ചെവി കൊടുപ്പതില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദേവസിത്തം ചെയ്ത്, ദൈവ ഇഷ്ടം ചെയ്ത് അവനെ പിൻപറ്റുന്നവർക്ക് ചെവി കൊടുപ്പ. അവന്റെ ഭക്തനായിരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. രഹസ്യ പാപങ്ങളിൽ ചിലർ ജീവിക്കാറ്, അറിക്ക പണ്ണ മാട്ടാറ്. ചില രഹസ്യ ഭാഗങ്ങൾ ജീവിക്കുന്നു, ഏറ്റു പറയുകയില്ല. രഹസ്യമായ സിനിമാ പടങ്ങളെ പാർക്കാറ്, രഹസ്യമായ സിനിമ കാണുന്നു, മൊബൈലിലൂടെ ടിവിയില് സിനിമാ പടങ്ങളെ പാർക്കുക, സിനിമ കാണുന്നു, കോമഡികൾ കാണുന്നു, വിധமான വേണ്ടാത്ത കാര്യങ്ങളെ പാർക്കുക, പല വിധത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്നു. ഇതൊന്നും അറിക്കപ്പെടാമൽ, ഇതൊന്നും ഏറ്റുപറയാതെ, വിട്ടുവിടാമൽ, ഇതൊന്നും ഉപേക്ഷിക്കാതെ, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ജപം കേൾക്കപ്പെടുவது, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ദേവൻ ഒരുപോതും കൈവിട മാട്ട, ദൈവം ഒരിക്കലും കൈവിടുകയില്ല. പാപികൾക്ക് ദേവൻ ചെവി കൊടുപ്പതില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്താ പാപി? ഏതാണ് പാപി? സഭയിലെ പാപി. എന്താ പാപിയുടെ പേര് താൻ ദുന്മാർഗൻ. ആ പാപിയുടെ പേരാണ് ദുഷ്ടൻ. അതാ 50-ാം സങ്കീർത്തനം 16-ാം വചനത്തിൽ വാസിക്കുന്നു. 50-ാം സങ്കീർത്തനം 16-ാം. ചിലരുടെ ജപത്തെ ദേവൻ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്. കാരണം അവരുടെ പാപത്തെ മറച്ചു വയ്ത്തിരിക്കണം. കാരണം അവരുടെ പാപം മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോ പാപത്തെ നാം അരിക്കപ്പെടുന്ന വിട്ടുവിട്ട് ദേവനോട് മനുഷ്യനോട് ഉപ്രവാന പെറുപ്പാട് നാം ജപിത്താൽ നമ്മുടെ ജപത്തെ കേൾപ്പാൻ നമുക്കാക യേശുവും പിതാവിന്റെ വലത് പാർശ്വത്തിൽ പരുന്തി പേസുക. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം ദൈവത്തോട് മനുഷ്യരോട് നിരപ്പായിക്കൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദേശത്തുക്കാക നാം ജപിക്ക വേണ്ടും. ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. കേരള പകുതിയിൽ പാരുங்க, ഇന്ന് കേരളത്തിൽ നോക്കുക, മിഠായി நீங்க கேள்விப்பட்டிருப்பீங்க, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. இந்த 3-4 வாரத்துக்குள்ள 80 പേരെ താൻ இந்த ചെറു പിള്ളകൾ 13, 14, 14 വയസ്സുള്ള സ്വന്തം പിള്ളകൾ സ്വന്തം തായിയും തകപ്പനെയും കൊണ്ടുപോട്ടാർ. ഈ 3 ആഴ്ചകളിൽ ഏകദേശം 80ഓളം പേരെയാണ് കൊച്ചുകുട്ടികൾ. വെഞ്ഞാറമൂടെന്ന് ചൊല്ലിയൊരു ഊർക്ക്, വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിലൊരു പയ്യൻ, അവിടെ ഒരു ആൺകുട്ടി, പേപ്പറിൽ വന്ന ചെയ്തി, പത്രത്തിൽ വന്ന വാർത്തയാണ്, ഉണ്മயான ചെയ്തി, അത് സത്യമാണ്. 15 വയസ്സുള്ള പയ്യൻ, 15 വയസ്സുള്ള ഒരു ആൺകുട്ടി അപ്പാവി അമ്മാവി ആന്റിയെയും സ്വന്തം തമ്പിയെയും 5 പേരെ കൊണ്ടുപോട്ടാർ. അപ്പനെ അമ്മയും ആന്റിയും സ്വന്തം അനുജനെ കൊന്നു. സാപ്പിട്ടാൽ മിഠായി വാങ്ങി കഴിച്ചാൽ ഉടനെ അവന്റെ മൈൻഡ് മാറിവിടും. ഉടനെ അവരുടെ മനസ്സ് മാറുകയാണ്. പിന്നെ അവന്റെ മനസ്സിലെ ഒരേ ഒരു എണ്ണം രക്തത്തെ പാർക്ക വേണ്ടും. പിന്നെ മനസ്സിലെ ഒരേ ഒരു ചിന്ത രക്തം കാണണം. അവൻ ഡബിൾ മടങ്ങ് ആരോഗ്യമുള്ളവനാക മാറ്റപ്പെടും. അവൻ ഇരട്ടി ആരോഗ്യമുള്ളവനായി തീരും. മറ്റൊരിടത്ത് തായും തകപ്പനെ ഒരു പയ്യൻ കൊല ചെയ്ത, മാതാപിതാക്കളെ ഒരു പയ്യൻ കൊന്നു. ഇതേ കേരളത്തിൽ തന്നെ ഒരു പോലീസുകാരൻ അവനൊരു അവാർഡ് മാതിരിയുള്ള ഒരു പയ്യന്താ, അവനൊരു ഉണക്കമീൻ പോലെ ഇരിക്കുന്ന ഒരു പയ്യൻ. ഒരു പിടി പിടിച്ച അവൻ അവിടെ ഇരിക്കും. ഒരു പിടി പിടിച്ചാൽ അവനോട് ഇരിക്കും. ഏടാ നീ അപ്പനെ അമ്മയും കൊന്ന്? എന്തിനാണ് നിന്റെ അപ്പനെ അമ്മയെ കൊന്നത്? എന്നാച്ച്? എന്താ ചെയ്തത്? ഉന്നെ കൊല ചെയ്യട്ടുമാ? നിന്നെ കൊല്ലട്ടെ. ഒരു കുത്തി പോലീസുകാരന്റെ ഒരു കുത്തു കൊടുത്തു. അവൻ ഔട്ട്, അവനും മരിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് സ്തോത്രം. കാരണം இந்த போதை பொருளினாலே, കാരണം ഈ കഞ്ചാവിനാലെ, ഈ കഞ്ചാവ് നിമിത്തം മനസ്സ് മാറിപ്പോകുന്നു. പിന്നെ ഉനക്ക് മറ്റുള്ളവരെ കൊല ചെയ്യണം, രക്തത്തെ പാക്കണം. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊല്ലണം, രക്തം കാണണം. 80 പേർ இந்த 2-3 വാരത്തുക്കുള്ള, ഒരു മാസം കൂടെ ആകവില്ല, ഒരു മാസം പോലും ആയാലും 2-3 ആഴ്ചക്കുള്ളിൽ 80 പേരാണ് കൊല്ലപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. പോന വാരത്തില് കഴിഞ്ഞ ആഴ്ചയിൽ ബാംഗ്ലൂർ കൺവെൻഷൻ നടക്കുന്ന കാലത്ത്, ബാംഗ്ലൂർ കൺവെൻഷൻ നടക്കുന്ന ഒരു പുരുഷൻ, അത് പിന്നെ ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തന്റെ മനവിയെ, തന്റെ ഭാര്യ, 4 പേരെ കൊല ചെയ്ത, താൻ 4 പേര് അമ്മായി, പിന്നെ 4 പേര്, എന്നിട്ട് താൻ അവിടെ ഓടിപ്പോയി. കൊല്ലത്ത് പോയി അവൻ അറസ്റ്റ് പണി. കൊല്ലത്ത് തന്നെ അറസ്റ്റ് ചെയ്തു. ഇപ്പിടിപ്പെട്ടതാണ് എത്രയോ അക്രമങ്ങൾ, ഇങ്ങനെയുള്ള എത്രയോ അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ നമ്മുടെ ദേശത്തിൽ നടക്കുന്നു. നാം എന്നെ ചെയ്യ മുടിയും? നാം
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവர்களுக்காக நாம் கரங்களை உயர்த்தி கண்ணீருடன் ஸ்தோத்திரிப்போம். കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടുകൂടെ നമുക്ക് நான் தேசத்தை அழிக்காதபடி, അതാണ് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எங்க பாபம் பெருகுதோ அங்க பெரிய அழிவு உண்டு. എവിടെ പാപം വർദ്ധിക്കും? கேரளாவில் பாருங்க, தண்ணி வந்தா தண்ணீரினால் அழிவு. കേരളത്തിൽ വെള്ളം വന്നാൽ വലിയ പ്രളയമാണ്. പിന്നെ എല്ലാം കൊണ്ട് ഭയങ്കരമായ വ്യാധികൾ, എല്ലാം കൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ, വ്യാധി, നിപ്പ വൈറസ് വ്യാധി, വ്യാധി, എത്രയോ രോഗങ്ങൾ. தேவனுக்கு மகிமை. ദൈവത്തിന് സ്തോത്രം. கிட்டத்தட்ட 9 வருஷமாக பெரிய போராட்டத்தில் தான் கேரளா കാണും. ഏകദേശം 9 വർഷമായി കേരളം വലിയ പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. തണ്ണി പെരുക്കം, പ്രളയം, മലയിടിഞ്ഞ് ഉരുൾപൊട്ടി, മലയിടിഞ്ഞ് ഉരുൾപൊട്ടല്, മരണം. ഏற்கனவே മലയില്ല, നേരത്തെ മലയില്ല. പാപം പെരുകിവിട്ടത്, പാപം പെരുകിവിട്ടത്, പാപം പെരുകിപ്പോയി. പാപം എങ്ക പെരുകുതോ അങ്ങ് അഴിവുതാ. പാപം വർദ്ധിക്കുന്നിടത്ത് നാശം. ബർമ ദേശത്തിൽ പാരുങ്ക, ഇപ്പോ ബർമ ദേശത്തെ നോക്കുക, ദേശമേ അഴിഞ്ഞു, ആ ദേശം തന്നെ നശിച്ചു പോയി. ആസാം പകുതി പക്കത്തില്, ആസാം കൂടെ ഒന്ന് നടുങ്ങിനത്, ആസാമിന്റെ അടുത്താണ്. ആസാമും കുലുങ്ങി, ഇങ്ങയും വരപ്പോകും, അതും ഇവിടെയും വരും. നാം ദേശത്തുക്കാக ജപിപ്പോ, നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുനാമിയിനാൽ ദേശം അഴിക്കപ്പെടക്കൂടാതെ, സുനാമിയാൽ ദേശം നശിപ്പിക്കപ്പെടരുത്. അഴിഞ്ഞു പോകലാ, ഭൂമി കുലുക്കം കൊണ്ട് നശിച്ചു പോകരുത്. തീവ്രവാദികളാൽ അഴിഞ്ഞു പോകக்கூடாது, തീവ്രവാദികളാൽ നശിച്ചു പോകരുത്. അഴിഞ്ഞു പോക, പാപത്താൽ നശിച്ചു പോകരുത്. ശൂന്യ കെട്ടിനാൽ അഴിഞ്ഞു പോക, ആഭിചാര പ്രവർത്തികളാൽ നശിച്ചു പോകരുത്. വ്യാധിയിനാൽ വൈറസിനാൽ അഴിഞ്ഞു, മഹാമാരികളാൽ, മഹാമാരികളാൽ, വൈറസുകളാൽ അഴിഞ്ഞു പോകக்கூடாது, പട്ടിണിയാൽ നശിച്ചു പോകരുത്. 15 വിഷയത്തിൽ ദേശം അഴിഞ്ഞു പോകുമെന്ന് വേദത്തിൽ വാസിക്കും. ഇങ്ങനെ 15 കാര്യങ്ങൾ ദേശം നശിക്കുമെന്ന് ബൈബിളിൽ വായിക്കുന്നു. ഇനി അറിയ വേണ്ടുമാനാൽ ഇനിയും അറിയണമെങ്കിൽ 1 രാജാക്കൾ 8-ാം അധികാരം 33 കീഴെ വാസിത്ത് പാരുങ്ക, വീട്ടിൽ പോയി. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 33 മുതൽ 17 വിഷയത്തെ നാം പാർക്കുന്നു. അവിടെ 17 കാര്യങ്ങൾ. സലോമോൻ രാജ ദേവാലയത്തെ അവ പ്രതിഷ്ഠ ചെയ്ത്, ദേവാലയത്തെ പ്രതിഷ്ഠിക്കാൻ പടിയിട്ട്, മുട്ടിന്മേൽ നിന്ന് വാനത്തുക്ക് നേരാക കരങ്ങളെ വിരിത്ത്, സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി, അവൻ ദേവനെ പാർത്ത് ജപിക്കുന്നതാണ് ജപത്തെ നാം അങ്ങ് പാർക്കുന്നു. ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. മുതലാമത് മഴയ്ക്കാക ജപിത്ത, ഒന്നാമത് മഴയ്ക്ക് വേണ്ടി മഴയ്ക്കാക ജപിക്ക വേണ്ടും, നാം മഴയ്ക്കായി പ്രാർത്ഥിക്കണം. ദേശം ചെഴിപ്പാക മാറ വേണ്ടും, നമ്മുടെ ദേശം പുഷ്ടിയുള്ളതായി തീരണം. അപ്പോത് മഴ പെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണം. മഴ എന്നത് ഒരു ആശീർവാദം, മഴ എന്നുള്ളതൊരു അനുഗ്രഹമാണ്. മഴയിനാൽ അഴിവ് വരക്കൂടാതെ, മഴയാൽ നാശം വരരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 8 വർഷமாக ചെന്നൈ പട്ടണത്തിൽ തണ്ണീർ പഞ്ചമില്ല. ഇപ്പൊ 8 വർഷമായി ചെന്നൈയില് വെള്ളത്തിന് ക്ഷാമമില്ല. കാരണം അങ്ങനെയുള്ളവங்க സ്തോത്രം പண்றாங்க. കാരണം അവിടെയുള്ളവർ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളും സ്തോത്രം பண்ணி, നിങ്ങളും സ്തോത്രം ചെയ്ത് ദേശത്തെ ആശീർവദിക്ക വേണ്ടും. നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കണം. മൂന്നാറിലെ തേയിലത്തോട്ടത്തെ ആശീർവദിക്കണം. മൂന്നാറിലെ തേയിലത്തോട്ടത്തെ അനുഗ്രഹിക്കണം. നമ്മുടെ ജപത്തെ ദേവൻ കേൾപ്പാർ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കണ്ണൻ ദേവനുടെ തേയിലത്തോട്ടം എന്താ? കണ്ണദേവന്റെ തേയിലത്തോട്ടമാണ്. നീ സ്തോത്രം പണ്ണണം. നിങ്ങൾ സ്തോത്രം ചെയ്യണം. ആണ്ടവരെ എങ്ങളുടെ തേയിലത്തോട്ടത്തുക്കാക സ്തോത്രം ചൊല്ലുമ്പോൾ അത് ആശീർവാദமாக മാറ്റപ്പെടും. കർത്താവ് തേയിലത്തോട്ടത്തിന് ആശീർവദിപ്പാർ. മൂന്നാറിനെ അനുഗ്രഹിക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ദേശത്തെ ആശീർവദിക്കുമ്പടിയാക ദേവൻ നമ്മെ വൈത്തിരിക്கிறார். അങ്ങനെ ദേശത്തെ അനുഗ്രഹിക്കേണ്ടതിനായിട്ടാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. അഴിഞ്ഞു പോകലാകാതെ, ദേശം നശിച്ചു പോകരുത്. ഞാൻ ദേശത്തെ അഴിക്കാതെപടി, അതാണ് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ നിറക്കവും ഇടിവിൽ നിൽക്കേണ്ടത്, അടയ്ക്കവും തക്കതാക മനുഷ്യനെ തേടി പണിയേണ്ടതിന് ഒരു മനുഷ്യൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. നമ്മുടെ കുറവുകൾ കുറ്റങ്ങൾ ദേവൻ മന്നിത്ത്, നമ്മുടെ കുറവുകൾ കുറ്റങ്ങൾ ദൈവം ക്ഷമിച്ചു. ഇന്നു മുതൽ നിങ്ങൾ കുടുംബ ജപത്തിലും, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ജപത്തിലും, വ്യക്തിപരമായ ഏരിയ പ്രാർത്ഥനയിലും, സഭയിലുള്ള മറ്റ് പ്രയറിലും, പൊതുസഭയിലെ മറ്റ് പ്രാർത്ഥനയിലും ദേശത്തുക്കാക ജപിയുങ്ങൾ സ്തോത്രം പണ്ണുക. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്തോത്രം ചെയ്യും. ഒരു വിഷയം. രണ്ടാമത് സഭയ്ക്കാക ജപിക്ക വേണ്ടി, രണ്ടാമത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേവനക്ക് 122-ാം സംഗീതം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ 122-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം, യെരുസലേമിൻ സമാധാനത്തുക്കാക വേണ്ടിക്കൊള്ളുങ്ങൾ. യെരുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. യെരുസലേം എന്നത് പുതിയ ഏർപ്പാട്ട് സഭ. യെരുസലേം എന്നുള്ളത് പുതിയ നിയമസഭ. 3-ാം വചനത്തെ വാസിക്കുമ്പോൾ 3-ാം വാക്യം വായിക്കുമ്പോൾ, ഇസവിണൈപ്പാക കെട്ടിന നഗരം എന്ന് വാസിக்கிறோம். തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്നു. ഉലകത്തിൽ എത്രയോ രാജ്യങ്ങൾ വന്നാലും കൂടെ, ലോകത്തിൽ എത്രയോ രാജ്യങ്ങൾ വന്നാലും, സാമ്രാജ്യങ്ങൾ വന്നാലും, എത്രയോ സാമ്രാജ്യങ്ങൾ വന്നാലും, ഇസവിണൈപ്പാൻ ഒരു നഗരം ഇന്നും കട്ടവില്ല. തമ്മിൽ ഇണക്കിയതായിട്ട് ഒരു നഗരം ഇതുവരെ പണിതിട്ടില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇസവിണൈപ്പാകെ കെട്ടിടമുണ്ട്. തമ്മിൽ
തമ്മിൽ ഇണക്കിയ കെട്ടിടങ്ങളുണ്ട്. അതൊരു കെട്ടിടം താൻ താജ്മഹൽ. അങ്ങനെ ഒരു കെട്ടിടമാണ് താജ്മഹൽ. അത് ഉലകത്തിലെ അതിശയങ്ങളിൽ ഒരു അതിശയം എന്ന് നാം சொல்லுகிறோம். അത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് നാം പറയും. വേദം சொல்லுகிறது. ബൈബിൾ പറയുന്നത് ഇണപ്പാക കെട്ടിന നഗരം, തമ്മിൽ ഇണക്കിയതായി പണിതിരിക്കുന്ന നഗരം, പുതിയ യെരൂശലേം. അതാണ് പുതിയ യെരൂശലേം. ദേവനക്ക് നേരത്തേക്ക് കേട്ടതുപോലെ, ഇന്നലെ കേട്ടതുപോലെ ഒരു അസ്ഥിവാരമുണ്ട്, അതൊരു അടിസ്ഥാനമുണ്ട്. അസ്ഥിവാര കற்களிനാൽ, അടിസ്ഥാന കല്ലുകൾ, കല്ല് കെട്ടിനാർ. ആ നഗരം எப்படி കട്ടപ്പെടുகிறது? അതെങ്ങനെയാണ് പണി? എഫേസ്യർ 2-ാം അധികാരം 19-20 വസനങ്ങളിൻപടി, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 19 ക്രിസ്തുവേ മൂലക്കല്ല്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൂലക്കല്ല്, അസ്ഥിവാര കற்கள், അതിന്മേൽ അടിസ്ഥാന കല്ലുകൾ, ജീവനുള്ള കற்கள், അതിന്മേൽ ജീവനുള്ള കല്ല്. വിധமாக அந்த கட்டடம் கட்டப்படுகிறது. അപ്രകാരം ആ കെട്ടിടം പണിയുന്നു, നഗരം കട്ടപ്പെടുகிறது. ആ നഗരം പണിയപ്പെടും. அதுதான் புதிய எருசலேம். അതാണ് പുതിയ യെരൂശലേം. அந்த புதிய எருசலேம் பட்டணமாக மாறுபடி தேவன் நம்மை அழைத்தார். ആ പുതിയ യെരൂശലേം നഗരമായി തീരേണ്ടത് ദൈവം. புதிய எருசலேமிலே சமாதானക്കേട് வரக்கூடாது. ഈ പുതിയ യെരൂശലേമിൽ സമാധാനക്കേട് വരരുത്. സഭയിൽ പ്രശ്നങ്ങൾ വരக்கூடாது. സഭയിൽ പ്രശ്നങ്ങൾ വരരുത്. നിങ്ങളാൽ പ്രശ്നങ്ങൾ വരக்கூடாது. നിങ്ങളാൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. വീട്ടിലെ പ്രശ്നങ്ങൾ, നിങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ, ഊരിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ സഭയിൽ കൊണ്ടുവന്ന് സാക്ഷി ചൊല്ലി സഭയെ കലക്കക്കൂടാ. സഭയിൽ കൊണ്ടുവന്ന് സാക്ഷി പറഞ്ഞ് സഭയെ കലക്കരുത്. ചിലർക്ക് അതുതാൻ പെരിയ സാക്ഷി. ചിലർക്ക് അതാണ് വലിയ സാക്ഷ്യം. അത് സാക്ഷിയല്ല, അത് സാക്ഷ്യമല്ല, അത് ദേവനുക്ക് വിരോധமான കാര്യം. അത് ദൈവത്തിന് വിരോധമായ കാര്യം. സഭയെ കലക്കക്കൂടാ, സഭയെ കലക്കരുത്. സഭയിൽ സമാധാനം കാണപ്പെട, സഭയിൽ സമാധാനം കാണപ്പെടണം. യെരൂശലേമിൻ സമാധാനത്തുക്കാക വേണ്ടിക്കൊള്ളുങ്ങൾ. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിക്കും. വെളിപ്പെടുത്തുന്നതിൽ 12-ാം അധികാരത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പോലെ ദേവസഭയാണത് കാണപ്പെട വേണ്ടി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പോലെ ദൈവസഭ കാണപ്പെടണം. സൂര്യനെ അണിഞ്ഞ സ്ത്രീ താൻ ദേവസഭ. സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ് ദൈവസഭ. അന്ത സൂര്യനെ ആ സ്ത്രീയെ പോലെ, ആ സ്ത്രീയെ പോലെ ദേവസഭയാണത് കാണപ്പെട വേണ്ടി. ദൈവസഭ കാണപ്പെടണം. അതിൽ 15 വിഷയങ്ങളെ നാം പാർക്കണം. അതിൽ 15 വിഷയങ്ങൾ നാം കാണും. 15 വിഷയങ്ങളിൽ സഭയാണത് കാണപ്പെട. ആ 15 വിഷയങ്ങൾ സഭയിൽ കാണപ്പെടണം. ചെന്നൈയിലുള്ളതാണ് ഊഴിയർക്ക് ഞങ്ങൾ ചൊല്ലിയിരിக்கிறோம். ചെന്നൈയിലുള്ള ശുശ്രൂഷകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വർഷത്തിൽ 2 മുറ, വർഷത്തിൽ 2 പ്രാവശ്യം, വർഷത്തിൽ 2 മുറ, വർഷത്തിൽ 2 പ്രാവശ്യം വെളിപ്പെടുത്തുന്നതിൽ 12-ാം അധികാരത്തെ എടുത്ത് നീ പ്രസംഗം പണ്ണ വേണ്ടും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്ത് ജനുവരി മാസത്തിൽ, 1 ജനുവരി മാസം, 2-ാമത് ജൂലൈ മാസത്തിൽ, 2-ാമത് ജൂലൈ മാസത്തിൽ 2 മുറ നീ പ്രസംഗം പണ്ണല. 2 പ്രാവശ്യം പ്രസംഗിക്കണം. 15 പോയിന്റ് ഉണ്ട്. 15 പോയിന്റ് ഉണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാ വിശ്വാസികളും அந்த പോയിന്റ് എഴുതിയെടുത്ത്, ആ പോയിന്റ് എഴുതിയെടുത്ത്, വെളിപ്പെടുത്തുന്ന വിശേഷം എன்ற ഒരു പുസ്തകം നമുക്കുണ്ട്. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എന്നൊരു പുസ്തകം. സൂര്യൻ അണിഞ്ഞ സ്ത്രീയുടെ പടമുണ്ട്. അത് സൂര്യൻ അണിഞ്ഞ സ്ത്രീയുടെ ചിത്രമുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്, ആ പടവും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബൈബിളിൽ ഒട്ട വെക്കണം. ബൈബിളിൽ ഒട്ടിച്ചു വെക്കണം. അവർ 15 പോയിന്റും എഴുതി വെക്കണം. അത് 15 പോയിന്റ് എഴുതി വെക്കണം. മറ്റുള്ളവർക്ക് സുവിശേഷமாக சொல்லலாம். മറ്റുള്ളവരുടെ സുവിശേഷമായി പറയാം. ഒന്നുതാൻ സഭയാനത് വാനത്തിൽ കാണപ്പെട വേണം. അതിലൊന്നാണ് സഭ സ്വർഗത്തിൽ കാണപ്പെടുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതെല്ലാം അർത്ഥങ്ങളുണ്ട്. അതിനെല്ലാം അർത്ഥങ്ങളുണ്ട്. പുസ്തകത്തിൽ പരിശുദ്ധവാന്കൾ അത് അർത്ഥത്തെ എല്ലാം എഴുതി വച്ചിരിക്കുന്നു. പുസ്തകത്തിൽ നമ്മുടെ വിശുദ്ധന്മാർ ആ അർത്ഥങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഊഴിയர்களுം ഇവിടെയുള്ള ശുശ്രൂഷകരുടെ 2 മുറ സൺഡേ പ്രസംഗം പണ്ണ വേണ്ടി. വർഷത്തിൽ 2 പ്രാവശ്യം ഞായറാഴ്ചകളിൽ ഇത് പ്രസംഗിക്കുകയാണ്. അത് വെച്ച് പാട്ടുള്ള നമ്മുടെ പരിശുദ്ധങ്ങൾ കെട്ടിയിരിക്കുന്നത്. അത് വെച്ച് പല പാട്ടുകൾ നമ്മുടെ വിശുദ്ധന്മാർ എഴുതി. അത്ഭുതം വാനത്തിലെ, സ്വർഗത്തിലൊരു അത്ഭുതം കാണുക. അന്ത പാട്ടും പാടണം. അന്ന് ആ പാട്ടും പാടണം. പാറാമൽ നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം കാണാതെ പഠിക്കണം. കാണ്ണീർ അത്ഭുതം വാനത്തിലെ, കാൺമീൻ അത്ഭുതം വാനത്തിൽ. ദേവനും കടേസി ചരണം ജയമെടുത്തോർ എന്ന് നാം വാസിக்கிறோம். അവസാന ചരണം ജയമെടുത്തോർ എന്നാണ്. അതിലെന്താ 15 പോയിന്റും പാർക്കല. ആ പാട്ടിലും 15 പോയിന്റ് ഉണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത വിഷയത്തിൽ സഭയാനത് കാണപ്പെട വേണം. സഭ ആ വിഷയത്തിൽ കാണപ്പെടണം. സഭയാനത് വാനത്തിൽ കാണപ്പെട വേണം. സഭ സ്വർഗത്തിൽ കാണപ്പെടണം. വാനം എന്ന് சொன்னால் പരിശുദ്ധം. സ്വർഗം എന്ന് പറയുമ്പോൾ വിശുദ്ധി. 55:16 വാസിக்கிறோം. എല്ലാ വസന്തം നേരമില്ല, എല്ലാം വായിക്കാൻ സമയമില്ല. അടുത്ത സൂര്യനെ അണിഞ്ഞ സ്ത്രീ. സൂര്യൻ சொன்னால் നീതി. സൂര്യൻ അണിഞ്ഞ സ്ത്രീ. സൂര്യൻ നീതി കാണപ്പെടണം. ദൈവസഭയിൽ നീതി കാണപ്പെടണം. പിന്നെ ചന്ദ്രൻ അത് കൃപയെ വെളിപ്പെടുത്തുகிறது. അത് കൃപയെ കാണിക്കുന്നു. ഉണ്മയെ വെളിപ്പെടുത്തുகிறது. വിശ്വസ്തതയെ ഉണ്മயான സാക്ഷിയെ വെളിപ്പെടുത്തുகிறது. വിശ്വസ്തമായ സാക്ഷ്യത കാണിക്കുന്നു. നക്ഷത്രങ്ങൾ, അടുത്ത നക്ഷത്രം, അർത്ഥങ്ങളുണ്ട്. അതിനർത്ഥങ്ങളുണ്ട്. അവൾ ഗർഭവതി. ദേവനുക്ക് മഹിമ. ക്രിസ്തു നമുക്കുൾ ഉരുവാക വേണ്ടോ. ക്രിസ്തു നമ്മിൽ ഉരുവാകണം. ജയാളിയാക നാം മാറ്റപ്പെട വേണ്ടോ.
வேண்டும். ജയാളിയായി നമ്മൾ മാറണം. 12 നക്ഷത്രങ്ങൾ, 12 നക്ഷത്രങ്ങൾ, 12 അപ്പോസ്തോലിക ഉപദേശം, 12 അപ്പസ്തോലിക ഉപദേശം, രണ്ടാമത് അപ്പോസ്തോലിക ഐക്യം, അടുത്ത അപ്പസ്തോലിക കൂട്ടായ്മ. അപ്പോസ്തോലിക ഉപദേശത്തിലും ഐക്യത്തിലും നാം കാണപ്പെട வேண்டும். അപ്പസ്തോലിക ഉപദേശത്തിലും കൂട്ടായ്മയിലും നമ്മൾ കാണപ്പെടണം. അവൾ പ്രസവിത്താൾ, അവൾ പ്രസവിച്ചു, കർത്തരുടെ വരിക, അതാണ് കർത്താവിന്റെ വരവ്. ആൺപിള്ളை എടുത്തുകൊള്ളപ്പെട്ടത്, ആൺകുട്ടി എടുത്തുകൊള്ളപ്പെട്ടു. ആൺപിള്ളை എന്ന് சொன்ன ജയാളി, ആൺകുട്ടി എന്നുള്ള ജയാളി എടുത്തുകൊള്ളപ്പെട്ടു, സിംഹാസനത്തിൽ പോയി ചേർന്ന് വിട്ടു, സിംഹാസനത്തിൽ ചേർന്നു. പുതിയ യെരൂശലേം സിയോനാക മാറ്റാൻ, അതായത് പുതിയ യെരൂശലേം സിയോനായി 15 പോയിന്റ് ഉണ്ട്. ഇങ്ങനെ 15 പോയിന്റുകളുണ്ട്. 15 പോയിന്റ് നിങ്ങൾ വെച്ച് വർഷത്തിൽ 2 മുறை പ്രസംഗം பண்ண ഈ 15 പോയിന്റുകൾ വെച്ച് വർഷത്തിൽ 2 പ്രാവശ്യം പ്രസംഗിക്കാം. 7 പോയിന്റ് ജനുവരിയിൽ പണ്ണണം. ആദ്യത്തെ 7 പോയിന്റ് ജനുവരിയിൽ പ്രസംഗിക്കാം. മീഡിയാന പോയിന്റ്സ് എല്ലാം ജൂലൈയിൽ പണ്ണണം. അടുത്ത പോയിന്റുകൾ ജൂലൈയിൽ ചെയ്യണം. അടുത്ത വർഷവും പണ്ണണം. അടുത്ത വർഷവും ചെയ്യണം. ദേവനക മഹിമ. ദൈവത്തിന് എല്ലാ വിശ്വാസികളും இந்த ഉപദേശത്തെ തറവാക്കണം. എല്ലാ വിശ്വാസികളും ഉപദേശത്തിൽ ഉറപ്പുള്ളവരാണ്. പെന്തക്കോസ്തുകാർക്ക് നാം ചൊല്ലിക്കൊടുക്ക വേണം. മറ്റുള്ള പെന്തക്കോസ്തുകാരോട് നാം പറഞ്ഞു കൊടുക്കണം. ഇതാണ് സഭ, ഇതാണ് സഭ, ഇതാണ് സഭ. ഇപ്പടിதான் ഇരിക്കണം. സഭ ഇങ്ങനെ കാണപ്പെടണം. ദേവനക മഹിമ. ദൈവത്തിന് മഹത്വം. அந்த സഭയിൽ സമാധാനക്കേട് വരக்கூடாது. ആ സഭയിൽ സമാധാനക്കേട് വരരുത്. இன்னைக்கு நமக்கு சமாதானக்கேடு வரும்படிக்க இப்ப மீடியா மூலமாக, வாட்ஸ்அப் மூலமாக, പിന്നെ എന്നമൊക്കെയോ മൂലமாக ഏതൊക്കെയോ എഴുതി വിടുகிறார்கள். ഇപ്പോൾ സമാധാനക്കേട് ഉണ്ടാക്കേണ്ടതിന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, വാട്സാപ്പ്, മറ്റു നിങ്ങൾ ആരും ചെയ്യக்கூடாது. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. ഫുൾ മെസ്സേജ് പോട്ട പറവായില്ല, ഒരു മുഴുവൻ ദൂത് ക്ലിപ്പ് ആകെ എടുത്ത് പോടുறாங்க. അതിൽ കുറച്ച് മുറിച്ചിടുന്നു. അതിനർത്ഥം എന്താണ് അതിന്റെ അർത്ഥം? നീ ക്ലിപ്പ് പോട്ട അതെന്നെ ഉണ്മയാ, നിങ്ങൾ മുറിച്ചിട്ടാൽ അതെല്ലാം സത്യമാണോ? അതാ പോയി. അതാണ് ഭോഷ്കം. പ്രസംഗം പോട്ട ഫുള്ളാ പോടുങ്ക, ഒരു പ്രസംഗം മുഴുവനും ഇടുക. അപ്പൊ அந்த വിഷയം தெரியும். അപ്പോൾ ആ വിഷയം മനസ്സിലാവും. ക്ലിപ്പ് പോടാതീങ്ക, അതിന്റെ ക്ലിപ്പായിട്ട് ഇടരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആരാவது വാട്സാപ്പിലോ യൂട്യൂബിലോ പാർത്താൽ നമ്പാതിരുകൾ. അങ്ങനെ എന്തെങ്കിലും വാട്സാപ്പിലോ യൂട്യൂബിലോ വിശ്വസിക്കരുത്. പരിശുദ്ധവാരങ്ങൾ അടിക്കടി சொல்லுகிறார். അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധന്മാരുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഫോട്ടോ എടുക്കக்கூடாது, ആരും ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കக்கூடாது, വീഡിയോ എടുക്കരുത്, അത് മീഡിയാവിൽ പോടக்கூடாது, അത് മാധ്യമങ്ങളിൽ അപ്പടിപ്പെട്ട ഊഴിയമില്ല, നമുക്ക് അങ്ങനെ ഒരു വേലയില്ല. ദൈവത്തിന് നാം പാതുകാപ്പും. സഭയെ നാം രണ്ട് വിഷയത്തുക്കാക, ഈ 2 വിഷയത്തിൽ എല്ലാവരും കരങ്ങളെ ഉയർത്തി, എല്ലാവരും കരങ്ങളെ ഉയർത്തി 200 സ്തോത്രം 200 സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാരും സ്തോത്രം பண்ணுங்க, കരങ്ങളെ ഉയർത്തി. എല്ലാ വാലിബറുകൾ, സഹോദര സഹോദരികൾ, സ്തോത്രം 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 മണ്ണുങ്ക, സ്തോത്രം സ്തോത്രം. എല്ലാവരും ചേർന്ന് കരമ ഉയർത്തി, യവനക്കാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ദേശത്തുക്കാക സ്തോത്രം സ്തോത്രം, ദേശത്തുക്കാക സ്തോത്രം. അഴിവിലിരുന്ന് വിടുതலை താരും, അഴിവിലിരുന്ന് വിടുതலை താരും. എല്ലാ വല്ലമകളെ നിർമൂലമാക്കും ശത്രു. സഭയ്ക്കാക സ്തോത്രം 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 സ്തോത്രം. വാലിബറുകൾക്കാക സ്തോത്രം. എല്ലാരെയും പാതുകാക്കും. പിന്മാറ്റത്തിൻ വല്ലമേ സഭയിൽ ക്രിയ ചെയ്യാതെപടി പാതുകാക്കണമേ. സ്തോത്രം. ആമേൻ. ജയമെടുത്തോറാൺമകവായി ചേർത്തിട ദേവസിംഹാസനം. ജയമെടുത്തോ ആൺമകവായി ചേർത്തിട ദേവസിംഹാസനം. തിരുസോവിൻ നിറവെന്നും പൂരണമേ വിശ്വാസത്തിൽ ഇണൈന്നോങ്കിടുവോ. கிறிஸ்துவின் நிறைவென்னும் பூரணமே
ஜெயமெடுத்தோ ஆண்மகவான் சேர்த்திட தேவ சிங்காசனத்தில் கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். அற்புதம் வானத்தில் மணிமாறிவனோ பெரும் அதிசயமே காணீர். அற்புதம் வானத்தில் மணிமாறிவனோ பெரும் அதிசயமே.